ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 സാഖ്യയോഗം ശ്ലോകം 61. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ വശേഹി യസ്യഃ ഇന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ. ഭഗവാൻ അർജുനനോട് പറയുകയാണ്, അർജുന, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ചൊൽപ്പടിയിൽ നിർത്തിക്കൊണ്ട് എന്നെ ധ്യാനിക്കുന്നവന് മാത്രമേ പ്രജ്ഞ സ്ഥിരമാവുകയുള്ളൂ. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഭൗതിക വിഷയങ്ങളിലുള്ള ആസക്തി വെടിഞ്ഞാലേ ധ്യാനനിഷ്ഠനാകാൻ കഴിയൂ. അത്തരക്കാരന്റെ മനസ്സിനെ വിഷയോന്മുഖമാക്കാൻ ഇന്ദ്രിയങ്ങൾക്ക് കഴിയുകയുമില്ല. ആത്മജ്ഞാനം നേടിയവൻ എന്നെ മറക്കുകയുമില്ല. ഈ വിധത്തിലുള്ളവന്റെ പ്രജ്ഞ സ്ഥിരമായിരിക്കുന്നു. മഹായോഗിയെന്ന് കീർത്തിക്കപ്പെടുന്ന ദുർവാസാവിന് പോലും മനോനിയന്ത്രണം സാധിച്ചിട്ടില്ല. അതിന് ഏത് യോഗത്തെക്കാളും വിഷ്ണുപദഭക്തി ഉപകരിക്കും. മഹാഭക്തനായ അംബരീഷ് ദുർവാസാവിന്റെ കോപത്തിനു മുന്നിൽ അചഞ്ചലനായി നിന്നു. വിഷ്ണുഭക്തിയിൽ മനസ്സുറപ്പിക്കാൻ കഴിഞ്ഞ അംബരീഷിന്റെ മുന്നിൽ രുദ്രാംശമായ ദുർവാസാവു മഹർഷി പരാജയപ്പെടുന്ന കഥയാണ് പുരാണങ്ങൾ പറയുന്നത്. വിഷ്ണുഭക്തിയിൽ മനസ്സുറപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ നിയന്ത്രണാവിധേയമാകും. അതോടെ പ്രജ്ഞയ്ക്ക് സ്ഥിരത ലഭിക്കുകയും ചെയ്യും. ബ്രഹ്മനിഷ്ഠയ്ക്ക് വിഘാതമുണ്ടാകാതിരിക്കാൻ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് മനസ്സിനെ പരമാത്മനിഷ്ഠമാക്കിയുള്ള സമാധി അഭ്യസിക്കണം നമ്മൾ. അർജുനൻ സ്ഥിരപ്രജ്ഞനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സമാധി പരിശീലിച്ചേ മതിയാകൂ. സമാധി ശീലിക്കാതെ സത്യാനുഭവം നഷ്ടപ്പെടുത്തുന്ന മനുഷ്യനുണ്ടാകുന്ന പതനരീതി അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറയുകയാണ്. ഇതിന്റെ വാക്കർത്ഥം കൂടി നമുക്ക് നോക്കാം. താനി ആ സർവാണി എല്ലാ ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളെയും സംയമ്യ നിയന്ത്രിച്ചിട്ട് മത്പരഃ എന്നിൽ മനസ്സുറപ്പിച്ച യുക്തഃ യുക്തനായി ആസീത സ്ഥിതി ചെയ്യണം. ഹി എന്നാൽ എന്തെന്നാൽ എന്നാണ് അർത്ഥം. യസ്യ യാതൊരുവന്റെ ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങൾ വശേ വശത്തിൽ അധീന അല്ലെങ്കിൽ അധീനതയിൽ തസ്യ അവന്റെ പ്രജ്ഞ പ്രജ്ഞ എന്നാൽ എല്ലാവർക്കും അറിയാലോ, ഉയർന്ന ബുദ്ധി, ജ്ഞാനം, അറിവ് എന്നെല്ലാം ഈ വാക്കിന് അർത്ഥമുണ്ട് കേട്ടോ. ഹരേ കൃഷ്ണ. പ്രതിഷ്ഠിത സ്ഥിരമാണ്.